ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള ഭാഗമാണ് നാം വിചിന്തനം ചെയ്യുന്നത്. തിരുസഭ മാതാവിനോട് ചേർന്ന് വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. ഒത്തിരി സംശയങ്ങളിലൂടെ കടന്നു പോയതാണ് വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ ജീവിതം. സംശയത്തിൻ്റെ നാളുകളിലൂടെ കടന്നു പോയപ്പോഴും ആണികൾ ഉണ്ടാക്കിയ മുറിവിൽ കൈകൾ നീട്ടി സ്പർശിച്ച് വിശുദ്ധ തോമസ് കർത്താവിനെ അനുഭവിക്കുന്നു. ജീവിതത്തിലെ ബോധ്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള ദാഹമാണ് കർത്താവിനെ തൊട്ട് അനുഭവിക്കണം എന്ന് തോമസ് അപ്പോസ്തലനെ പ്രേരിപ്പിച്ചത്. സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 3 സ്ഥലങ്ങളിൽ തോമസ് അപ്പോസ്തലനെ നമുക്ക് കാണുവാനാകും. യേശുവിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ യഹൂദർ തക്കം പാർത്തിരിക്കുമ്പോൾ നമുക്ക് ബദനിയായിലേക്ക് പോകാം എന്ന് യേശു പറഞ്ഞത് കേട്ട് നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞ ധൈര്യശാലിയും നിലപാടുകളുമുള്ള, യേശുവിനോട് ആത്മാർത്ഥ സ്നേഹവുമുള്ള തോമസ് അപ്പോസ്തലനെ നാം കാണുന്നു. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് പറയുമ്പോൾ, കർത്താവെ, അങ്ങ് എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് പറയുന്ന നിഷ്കളങ്കതയും വിവേകവും അന്വേഷിച്ചറിയുവാനുള്ള വിജ്ഞാനവുമുള്ള തോമസ് അപ്പോസ്തലനെ നാം അനുഭവിക്കുന്നു. കർത്താവിനെ കാണുകയും അവൻ്റെ വിലാവിൽ വിരലുകൾ ഇടുകയും ചെയ്താലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആത്മാർത്ഥത നിറഞ്ഞ സ്നേഹം പ്രകടമാക്കുന്ന തോമസ് അപ്പോസ്തലനെ നാം വീണ്ടും കണ്ടുമുട്ടുന്നു. യേശുവിനെ തൊട്ട് അനുഭവിക്കുവാൻ ആഗ്രഹിക്കുകയും വിശ്വാസ ജീവിതത്തിൽ സംശയങ്ങളുടെ നിഴൽ ഉണ്ടായിരുന്നപ്പോഴും യേശുവുമായുള്ള ബന്ധത്തിലുള്ള ആഴവും ആത്മാർത്ഥതയും ശക്തമായിരുന്നു. അതുകൊണ്ടാണ് ലോകം മുഴുവൻ കർത്താവിനെ പ്രഘോഷിക്കുവാൻ, കർത്താവിനെ അനുഭവിച്ച് അറിഞ്ഞതിന് ശേഷം വിശുദ്ധനായ തോമസ് അപ്പോസ്തലൻ ഇറങ്ങിപ്പുറപ്പെടുകയും കർത്താവിന് വേണ്ടി രക്തസാക്ഷി ആവുകയും ചെയ്തത്. വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ ജീവിതം ഈശോയെ അതിരുകളില്ലാതെ സ്നേഹിക്കുവാനും ക്രിസ്തുവിൽ ജീവിക്കുവാനും അനുഭവിച്ച ക്രിസ്തുവിനെ പകർന്നു നൽകുവാനും സംശയങ്ങളിലും ലോകത്തിൻ്റെ ചിന്തയിലും പെടാതെ വിശ്വാസദീപം കൈകൾ നീന്തി ക്രിസ്തുവിനെ തൊട്ട് അറിയുവാനും ഈശ്വരുള്ള വിശ്വാസം സധൈര്യം ജീവിക്കുവാനും നമ്മെ പ്രാപ്തരാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ജീവിതത്തിൽ ഈശോയെ തൊട്ട് അനുഭവിക്കുവാനും ആഴത്തിൽ വിശ്വസിക്കുവാനും വിശ്വാസം പകർന്നു നൽകുവാനും തോമസ് അപ്പോസ്തലൻ്റെ മാധ്യസ്ഥം എന്നും ഞങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ എന്ന്.